ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് കൊളാപ്സ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ ഹെഡിങ്ങിൽ വരുന്ന സബ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വരുന്ന നെക്സ്റ്റ് വണ്ണാണ് ബിൽഡിംഗ് കൊളാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ബിൽഡിംഗ് കൊളാപ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൊളാപ്സ് എന്ന് പറയുമ്പോൾ തകർന്നു വീഴുന്നതിനാണ് അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുന്നതിനാണ് നമ്മൾ കൊളാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളതാണ് അടുത്തൊരു ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസാസ്റ്റർ ആയിട്ട് പറയുന്നതാണ് ബിൽഡിംഗ് കൊളാപ്സ്. അപ്പോൾ അതിന് മുന്നേ ബിൽഡിംഗ് എന്താണെന്നുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും ഒരു എസ്സേ ഒക്കെ എഴുതുമ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് ബിൽഡിംഗ് എന്താണെന്നൊക്കെ കൊടുത്ത് എഴുതുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടൻറ്റിന് അത്യാവശ്യം ലെങ്ത്തും കിട്ടും, കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. Buildings, like all structures, are designed to support certain loads without deforming excessively. അപ്പോൾ അതിൻ്റെ ഫോമിന് മാറ്റം വരാതെ ലോഡ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു ഫോമിന് ചേഞ്ച് വരാതെ ബിൽഡിംഗ് എങ്ങനെയാണോ അത് ആ നിന്ന നിൽപ്പിൽ നിന്നിട്ട് വെയിറ്റ് ലോഡ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതിനാണ് നമ്മൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദ ലോഡ്സ് ആർ ദ വെയ്റ്റ്സ് ഓഫ് പീപ്പിൾ. ഇനി പറയുന്ന ആ ലോഡ്സ് എന്തൊക്കെയാവുക എന്നുള്ളതാണ്, ആ വെയിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാവാം. It can be the weights of people and objects, the weights of rain and snow and the pressure of wind called live loads. അപ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് ലോഡ്സും ആൻഡ് ഡെഡ് ലോഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്ന ലോഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് ഹോൾസും ലൈവ് ലോഡ്സും ഡെഡ് ലോഡും. അപ്പോൾ ലൈവ് ലോഡ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെയ്റ്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ദെൻ ഒബ്ജക്ട്സ് ആൻഡ് വെയ്റ്റ് ഓഫ് റെയിൻ, സ്നോ ആൻഡ് വിൻഡ് ആ പറയുന്നതിനൊക്കെ നമ്മൾ ലൈവ് ലോഡ്സ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ ഡെഡ് ലോഡ് ഉണ്ട്, അത് ആ ബിൽഡിങ്ങിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ലൈവ് ലോഡ്സും ഡെഡ് ലോഡും. ഓക്കെ, with the buildings of few floors, strength generally accompanies sufficient rigidity and the design is mainly that of a roof that will keep the weather out while spanning large open spaces. അപ്പോൾ ഒരു അധികം ഫ്ലോർസ് ഇല്ലാത്ത ഒരു ബിൽഡിംഗ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റൂഫിനും അതേപോലെ തന്നെ ലാർജ് ഓപ്പൺ സ്പേസസ് കൊടുത്തിട്ട് എല്ലാ വെതറിനെ പുറത്ത് നിർത്താൻ വേണ്ടിയിട്ട്, അതായത് മഴ, വെയിൽ, അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിലാണ് ചെറിയ ബിൽഡിങ്സിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ വിത്ത് ടാൾ ബിൽഡിങ്സ് ഓഫ് മെനി ഫ്ലോർസ്. ഇനി നമ്മൾ മറ്റ് ബിൽഡിങ്സ് എടുക്കുകയാണ്, വലിയ ബിൽഡിങ്സ് എടുക്കുകയാണ്, ഒരുപാട് ഫ്ലോറുകളുള്ള മറ്റ് ബിൽഡിങ്സ് എടുക്കുകയാണെങ്കിൽ ദ റൂഫ് ഈസ് എ മൈനർ മാറ്റർ. റൂഫ് എന്ന് പറയുന്നത് ഒരു മൈനർ മാറ്റർ ആണെന്നാണ് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ചെറിയ ബിൽഡിങ്സിലാണെന്നുണ്ടെങ്കിൽ റൂഫാണ് ഇമ്പോർട്ടൻ്റ്. കാരണം ഈ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും സ്നോയിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ ബിൽഡിങ്സ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി ബിൽഡിങ്സിൻ്റെ കാര്യം വരുമ്പോൾ അതിൽ റൂഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് ദ സപ്പോർട്ട് ഓഫ് ദ വെയിറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഇറ്റ് സെൽഫ് ഈസ് എ മെയിൻ കൺസിഡറേഷൻ. ആ ഒരു വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു കപ്പാസിറ്റീനെ നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്. ലൈക്ക് ലോങ് ബ്രിഡ്ജസ്, ടാൾ ബ്രിഡ്ജസ്, ബിൽഡിങ്സ് ആർ സബ്ജക്റ്റ് ടു കാറ്റസ്ട്രോഫിക് കൊളാപ്സ്. അപ്പോൾ അത് പെട്ടെന്ന് തകർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അത്രയും വലിയ വെയിറ്റ് താങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ. അപ്പോൾ അത് പറയുന്നതാണ്, ചെറിയ ബിൽഡിങ്സ് ആകുമ്പോൾ റൂഫിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് വലിയ ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ റൂഫ് എന്ന് പറയുന്നത് ഒരു മൈനർ മാറ്ററാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ബിൽഡിംഗ് എന്താണെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ അതിൽ കൊളാപ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ദ കോസസ് ഓഫ് ബിൽഡിംഗ് കൊളാപ്സ് എന്നുള്ളതാണ് അടുത്ത ഹെഡിങ് ആയിട്ട് പറയുന്നത്. അതിലൊരു 6 കോസസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ബാഡ് ഡിസൈൻ. അപ്പോൾ ഒരു ബിൽഡിംഗ് കൊളാപ്സിൻ്റെ റീസൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു കാരണമായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഫസ്റ്റ് വൺ ബാഡ് ഡിസൈൻ. ആ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തതിൽ വരുന്ന എന്തെങ്കിലും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിഫക്ട്സ് കാരണം ബിൽഡിംഗ് കൊളാപ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയെന്നാണ് പറയുന്നത്. ദെൻ ഫോൾട്ടി കൺസ്ട്രക്ഷനിൽ വരുന്ന ഡിസൈൻ കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ വർക്കിൽ വരുന്ന എന്തെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം ഓരോ എലമെൻറ്റ്സും കറക്റ്റായിട്ട് സിമൻ്റ് ആയാലും മണലായാലും അങ്ങനെ ഏത് എലമെൻ്റ് ആയാലും അതിൻ്റെയൊക്കെ കറക്റ്റ് കോമ്പിനേഷൻ ആയാലും ആ ഒരു ബിൽഡിങ്ങിന് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ലൈഫ് സ്പാൻ കിട്ടുള്ളൂ. അപ്പോൾ
അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് ബിൽഡിംഗ് കൊളാപ്സിന് കാരണമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഫെയിലിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വലിയ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ലൈവ് ലോഡ്സും മെയിൻറ്റെയിൻ ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വെയിറ്റും അതിന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ തറ അല്ലെങ്കിൽ അടിത്തറ എന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് അത്രയും സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഫെയിലിയർ വരികയെന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് ഡിസാസ്റ്ററിന് കാരണമാണെന്ന് പറയുന്നത്. ദെൻ എക്സ്ട്രാ ഓർഡിനറി ലോഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈവ് ലോഡ്സ് എന്ന് പറയുന്നത് വെയ്റ്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഒബ്ജക്ട്സ് ആണ്. ദെൻ അതേപോലെ തന്നെ സ്നോ, റെയിൻ പറയുന്നതൊക്കെയാണെന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനൊക്കെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ലോഡ് വരുമ്പോൾ അതും ബിൽഡിംഗ് കൊളാപ്സിന് കാരണമാണെന്നാണ് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ഫെയിലിയർ മോഡ്സ്. അപ്പോൾ പിന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ അതും ബിൽഡിംഗ് കൊളാപ്സിന് കാരണമാവും. കോമ്പിനേഷൻ ഓഫ് കോസസ്. അതേപോലെ തന്നെ വേറെ 1-2 കോസസ്, ചെറിയ കോസസുകളൊക്കെ കൂടി ചേർന്നിട്ട് മറ്റ് ചെറിയ ചെറിയ കാരണങ്ങളാലും എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന 1-2 ഒക്കെ കാരണങ്ങളാലും ബിൽഡിംഗ് കൊളാപ്സ് സംഭവിക്കും. അപ്പോൾ കോസസ് ഓഫ് ബിൽഡിംഗ് കൊളാപ്സിൽ നമുക്ക് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. 6 പോയിൻറ്റ്സ്. ഫസ്റ്റ് വൺ ബാഡ് ഡിസൈൻ, ദെൻ ഫോൾട്ടി കൺസ്ട്രക്ഷൻ, ദെൻ ഫൗണ്ടേഷൻ ഫെയിലിയർ, എക്സ്ട്രാ ഓർഡിനറി ലോഡ്സ്, അൺഎക്സ്പെക്റ്റഡ് ഫെയിലിയർ മോഡ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് കോസസ്. ഇത്രയും പറയുന്നത് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിൽഡിംഗ് കൊളാപ്സിൽ നോക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക്കായി വരുന്ന ഒന്നാണ് ഓയിൽ സ്പിൽസ് എന്ന് പറയുന്നത്. ഓയിൽ സ്പിൽസ് എന്ന് പറയുമ്പോൾ ഈ വാട്ടറിൽ എണ്ണ കലരുന്നതിനാണ് മെയിനായിട്ട്. സീലൊക്കെ കടലിലെ വെള്ളത്തിൽ ജലത്തിൽ എണ്ണ മിക്സ് ആവുന്നതിനാണ്, ഓയിൽ മിക്സ് ആവുന്നതിനാണ് നമ്മൾ ഓയിൽ സ്പിൽസ് എന്ന് പറയുന്നത്. എവറി ഇയർ ഓഷ്യൻസ് ആൻഡ് സീസ് കോസ്റ്റ് ആർ പൊല്യൂട്ടഡ് ബൈ ഓയിൽ സ്പിൽസ്. അപ്പോൾ ഓഷ്യനായാലും സീ ആയാലും കോസ്റ്റ് തീരങ്ങളിലായാലും ഓയിൽ സ്പിൽസ് പറയുന്ന ആ ഒരു പ്രതിഭാസം കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്, പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. കോമൺലി കോസ്ഡ് ബൈ ടാങ്കർ റപ്ചേഴ്സ്. അതിൻ്റെ റീസൺ ആയിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് ഓയിൽ സ്പിൽസ്, അല്ലെങ്കിൽ കടലിലെ വെള്ളത്തിലായാലും ഇനിയിപ്പോൾ കരയിലായാലും ഈ എണ്ണ എങ്ങനെ അതിൽ പടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മെയിനായിട്ട് ടാങ്കർ റപ്ചേഴ്സ്, എന്തെങ്കിലും ഷിപ്പോ അല്ലെങ്കിൽ ആ പറയുന്ന ടാങ്കേഴ്സ് തകർന്നു പോകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പെട്രോളിയമോ അല്ലെങ്കിൽ അതൊക്കെ വെള്ളത്തിലായി പോകും. അപ്പോൾ അതിനാണ് മെയിൻ റീസണായിട്ട് പറയുന്നത്. ദെൻ ഇല്ലീഗൽ ഓയിൽ ഡിസ്ചാർജസ് ബൈ ഷിപ്സ്. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഷിപ്പിൽ നിന്ന് വേസ്റ്റായി പോകുന്ന ഓയിൽ കാരണം ഉണ്ടാകുന്നത്. ഓർ നാച്ചുറൽ ഓയിൽ സീപ്പേജ്, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഓയിൽ സീപ്പേജ്, അതിലുണ്ടാകുന്ന നാച്ചുറലായിട്ട് ഷിപ്പിൽ നിന്ന് പോകുന്ന ആ ഓയിലായാലും എല്ലാതും ഓയിൽ സ്പിൽസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് കാരണമാവും. അത് വലിയൊരു പൊല്യൂഷനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓഷ്യനിലായാലും സീലായാലും കോസ്റ്റൽ ഏരിയാസിലായാലും ഓയിൽ സ്പിൽസ് എന്ന് പറയുന്നത് ഒരു വലിയ പൊല്യൂഷൻ ഏജൻ്റാണ്. അപ്പോൾ ആ ഒരു ഓയിൽ സ്പിൽസ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ടാങ്കർ റപ്ചേഴ്സ് ആവാം, ഇല്ലീഗൽ ഓയിൽ ഡിസ്ചാർജ് ബൈ ഷിപ്സ് ഓർ നാച്ചുറൽ ഓയിൽ സീപ്പേജും ആവാം. ദെൻ ദ മെജോറിറ്റി ഓഫ് ദീസ് ഈസ് നോട്ട് മൈനർ, ബട്ട് വൈൽ ബിഗർ ഇവൻറ്റ്സ് ആർ ദെയർ ദേ ക്യാൻ ഗ്രേറ്റ്ലി ഹാം ദ ലോക്കൽ എക്കോളജി ആൻഡ് ബയോളജി. ഓക്കെ, അപ്പോൾ മെജോറിറ്റി എന്ന് പറയുന്ന ഈ നടക്കുന്ന മെജോറിറ്റി ഓയിൽ സ്പിൽസ് എന്ന് പറയുന്നത് മൈനറാണ്. അത്ര വലിയ എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല, എന്നാൽ പോലും പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്, എന്നാൽ പോലും ചെറുതായിട്ടായിരിക്കും, മൈനറായിട്ടായിരിക്കും. പക്ഷേ ബിഗർ ഇവൻറ്റ്സ് നടക്കുകയാണെങ്കിൽ അത് അത്രയും ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. ബിഗറായിട്ടുള്ള ഓയിൽ സ്പിൽസ് അല്ലെങ്കിൽ അത്രയും ലാർജ് എമൗണ്ടിൽ ഓയിൽ സ്പിൽസ് നടക്കുകയാണെങ്കിൽ അത് അത്രയും ഡേഞ്ചറസ് ആവുമെന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ അഫക്ട് ദ ലോക്കൽ എക്കോളജി ആൻഡ് ബയോളജി. നമ്മുടെ ലോക്കലായിട്ടുള്ള എക്കോളജീനും അല്ലെങ്കിൽ ഇക്കോസിസ്റ്റത്തിനെയും അതിൽ ജീവിക്കുന്ന ഓരോ ജീവികളെയും പ്ലാന്റ്സിനെയും ഒക്കെ അത് ബാധിക്കുന്നതാണ് പറയുന്നത്. ഓയിൽ സ്പിൽസ് എന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആണ് അതെന്നാണ് പറയുന്നത്. പക്ഷേ നോർമലി അത്ര ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ അത്ര ബിഗർ ഇവൻ്റ് ആയിട്ട് ഒരിക്കലും ഓയിൽ സ്പിൽ സംഭവിക്കാറില്ല, എന്നാൽ പോലും സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴും അതൊരു മൈനർ ലെവലിലാണ്, അതൊരു ചെറിയ ലെവലിലാണ് സംഭവിക്കാറെന്നാണ് പറയുന്നത്. Then oil slicks are difficult to control as their evolution depends on weather, currents, tide and many chemical and physical factors like presence of iceberg. ഓക്കെ, അപ്പോൾ ഇനി ഓയിൽ സ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു വെള്ളത്തിൽ നമുക്കറിയാം, വെള്ളത്തിൽ ഓയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, ആ വെള്ളത്തിൻ്റെ മുകളിൽ അതൊരു പാട കെട്ടിയ പോലെ നിൽക്കുന്നത്, അത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് അതുണ്ടാവുന്നത് വെതറിനെ ആവാം, അല്ലെങ്കിൽ ടൈഡ്സിനെ, തിരമാലേനെയൊക്കെ ബേസ് ചെയ്തിട്ടാവാം. ദെൻ അതൊക്കെ അതിൻ്റെ ഒരു അളവിനും അതിൻ്റെ
ഡിപ്പെൻഡൻസിയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന പറയുന്നത്. മെനി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് പ്രസൻസ് ഓഫ് ഐസ്ബർഗ്, അപ്പോൾ ഐസ്ബർഗ് മഞ്ഞുമലയൊക്കെ ഇതിന് കാരണമാവുന്ന പറയുന്നത്. പിന്നെ സ്ലിപ്പായി പോകാനുള്ള ചാൻസും അതേപോലെ തന്നെ പൊല്യൂഷനും എല്ലാം ഇത് കാരണം ഉണ്ടാവുന്നുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ആൻ ഓവറോൾ വ്യൂ ഓഫ് ഫിനോമിനൻ ടു ഡിറ്റർമൈൻ ഇറ്റ്സ് എക്സ്റ്റെൻറ്റ് ആൻഡ് ഇഫ് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദ വേ ഇറ്റ് വിൽ മൂവ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വിവരം കിട്ടണം. കാരണം ഒരു ഓയിൽ സ്പിൽ സംഭവിച്ച ആ ഒരു ഓയിൽ എത്രത്തോളം മൂവ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഏരിയാസിൽ അത് സ്പ്രെഡ് ആയിട്ടുണ്ട് നമുക്ക് അറിയേണ്ടത്. അതിലൂടെ പോകുന്ന ഷിപ്സ് ആയാലും ബാക്കി ഏത് ടാങ്കേഴ്സ് ആയാലും അത്യാവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ അത് ആക്സിഡൻറ്റ് സംഭവിക്കാനും എല്ലാത്തിനും കാരണമാണെന്ന് പറയുന്നത്. ദ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ SAR എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. SAR എന്ന് പറയുന്നത് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ which can collect data independently of weather and light condition is an excellent tool to monitor and detect oil on water surface. അപ്പോൾ ഈ ഒരു ഓയിൽ സ്പിൽസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്ന SAR എന്ന് പറയുന്നത്. അത് ഡാറ്റ കളക്ട് ചെയ്യാനും വെതറിനെ കുറിച്ചും ലൈറ്റ് കണ്ടീഷനെ കുറിച്ചൊക്കെയുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡിവൈസാണിത്. ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഓഫേഴ്സ് ദ മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഓഫ് മോണിറ്ററിങ് ഓയിൽ പൊല്യൂഷൻ. അപ്പോൾ ഓയിൽ പൊല്യൂഷൻ്റെ ആ ഒരു കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഏറ്റവും എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണിത്. ഓയിൽ സ്ലിക്സ് അപ്പിയർ ആസ് ഡാർക്ക് പാച്ചസ് ഓൺ SAR. അപ്പോൾ SARൽ നോക്കുമ്പോൾ അതിൻ്റെ ഇമേജസിൽ ഈ ഓയിൽ സ്പിൽസ് ഡാർക്ക് പാച്ചസ് ആയിട്ട് അല്ലെങ്കിൽ കറുത്ത പാടുകളായിട്ട് വാട്ടറിൽ കാണും. അപ്പോൾ പെട്ടെന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കാണാൻ പറ്റും. ദെൻ ബിക്കോസ് ഓഫ് ദ ഡാമ്പിംഗ് എഫക്റ്റ് ഓഫ് ഓയിൽ ഓൺ ദ ബാക്ക് സ്കാറ്റേർഡ് സിഗ്നൽസ് ഫ്രം ദ റഡാർ ഇൻസ്ട്രുമെൻറ്റ്, ഈ റഡാറിൽ നിന്ന് വരുന്ന ബാക്ക് സ്കാറ്റേർഡ് സിഗ്നൽസ് കാരണം ഈ ഒരു ഡിവൈസിലൂടെ നോക്കുമ്പോൾ വെള്ളത്തിൽ ഈ ഓയിൽ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ സ്പിൽസ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് പാച്ചായിട്ട് കാണാൻ കഴിയും, കറുത്ത കളറിൽ കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്നത്, SAR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഓയിൽ സ്പിൽസ്. അപ്പോൾ അതെന്താണെന്ന് നോക്കണം. ഓയിൽ സ്പിൽസ് എന്നൊരു ഹെഡിങ് കണ്ടാൽ അതെന്താണ്, പിന്നെ ആ ഒരു ഡിവൈസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. നെക്സ്റ്റ് വരുന്നതാണ്, അപ്പോൾ ഇത്രയും നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നോക്കി, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് നോക്കി. അടുത്തതാണ് കെമിക്കൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്കാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നോക്കിയതിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പ്രകൃതിയുടെ ഭാഗമായിട്ട് ഫ്ലഡും ഡ്രോട്ടും അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വോൾക്കാനിക് എറപ്ഷൻസ് ആയാലും ലൈറ്റനിങ് ആയാലും അങ്ങനെ നേച്ചറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടുള്ള ആക്സിഡൻസ് ആണ് അതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. റെയിൽ ആക്സിഡൻസ് ആയാലും എയർ ആക്സിഡൻസ് ആയാലും റോഡ് ആക്സിഡൻസ് ആയാലും അതെല്ലാം പറഞ്ഞു പോയി. ദെൻ ലാസ്റ്റ് ബിൽഡിംഗ് കൊളാപ്സും ഓയിൽ സ്പിൽസും എല്ലാം പറഞ്ഞു വന്നു. ഇനി നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള കെമിക്കൽ ഡിസാസ്റ്റർ ആൻഡ് ഹസാർഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, A chemical disaster is the unintentional release of one or more hazardous substances which would harm human health and the environment. Such events include fires, explosions, leakage or release of toxic or hazardous materials that can cause people illness, injury and disability. ഒരു കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അൺഇൻറ്റൻഷണൽ ആയിട്ടില്ല, അതായത് വേണമെന്ന് വെച്ചിട്ടല്ല, അൺഇൻറ്റൻഷണലാണ്. ഇൻറ്റൻഷണൽ അല്ല, മനഃപൂർവ്വമല്ലാത്ത ഒരു ആക്ഷനാണ്. ഇറ്റ് ഈസ് എ റിലീസ് ഓഫ് വൺ ഓർ മോർ ഹസാർഡസ് സബ്സ്റ്റൻസ്, അതായത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുന്നത് പോലെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ റിലീസ് ചെയ്യുന്നതിനാണ് നമ്മൾ കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഈ റിലീസ് ചെയ്യുന്നത് ഏത് എലമെൻ്റ് ആയാലും അത് ഹ്യൂമൻ ബീയിങ്സിനും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റിനും ഡേഞ്ചറസ് ആയിരിക്കും. അതിനാണ് നമ്മൾ കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഇവൻറ്റ്സ് ഈ പറയുന്ന ഹസാർഡസ് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹസാർഡസ് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്ന ആ ഇവൻറ്റ്സ് ഈ പറയുന്ന എന്തും ആവാം. ഫയേഴ്സ് ആവാം, എക്സ്പ്ലോഷൻസ് ആവാം, ലീക്കേജ് ഓഫ് റിലീസ് ഓഫ് ടോക്സിക് ഓർ ഹസാർഡസ് മെറ്റീരിയൽസ് ആവാം. അപ്പോൾ ഹസാർഡസ് അതായത് ഡേഞ്ചറസ് ആയ മെറ്റീരിയൽസിൻ്റെ ലീക്ക് സംഭവിക്കുന്നതോ ഒക്കെ ആവാം. ഇതൊക്കെ ഹ്യൂമൻ ബീയിങ്സിലായാലും എൻവയോൺമെൻറ്റിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഹ്യൂമൻ ബീയിങ്സിലാണെന്നുണ്ടെങ്കിൽ ഇൽനെസ് വരാം, അസുഖങ്ങൾ വരാം, ഇഞ്ചുറി, അപകടങ്ങൾ അല്ലെങ്കിൽ ഡെത്ത് വരെ എത്തിക്കുന്ന അപകടങ്ങൾ വരാം, ദെൻ ഡിസബിലിറ്റി, അംഗവൈകല്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അതാണ് കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം,
ഇറ്റ് ഈസ് ദ അൺഇൻറ്റൻഷണൽ റിലീസ് ഓഫ് വൺ ഓർ മോർ ഹസാർഡസ് സബ്സ്റ്റൻസ്. അപ്പോൾ മനഃപൂർവ്വമല്ലാത്ത അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള റിലീസാണ് ഓഫ് വൺ ഓർ മോർ, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ആ ഒരു ആക്സിഡൻസിനെയാണ് നമ്മൾ കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഈ റിലീസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഹ്യൂമൻ ബീങ്സിനും എൻവയോൺമെൻറ്റിനും ഒക്കെ ഡേഞ്ചറസ് ആയിരിക്കും. അത് എങ്ങനെ ഡേഞ്ചറസ് ആവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ഡേഞ്ചറസ് ആവുന്ന ഇവൻറ്റ്സ് എന്തിലൂടെയൊക്കെ ആവും എന്നുള്ളത് ഫയേഴ്സ് ആവാം, തീ ആവാം, അല്ലെങ്കിൽ എക്സ്പ്ലോഷൻസ് പൊട്ടിത്തെറികളാവാം, ദെൻ ലീക്കേജ് ഓർ റിലീസ് ഓഫ് ടോക്സിക് മെറ്റീരിയൽസ് ആവാം, വിഷാംശമുള്ള വസ്തുക്കളുടെ ലീക്കേജ് ആവാം. ഈ പറയുന്നതെല്ലാം ഹ്യൂമൻ ബീങ്സിൻ്റെ ഇൽനെസ്സിനും ദെൻ ഇഞ്ചുറിക്കും, ഹ്യൂമൻ ബീങ്സിൽ ഇഞ്ചുറിക്കും അതുപോലെ തന്നെ ഡിസബിലിറ്റിക്കും ഒക്കെ കാരണമാകും, മരണം വരെ എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. Common causes for chemical accidents are deficiencies in safety management system and human errors, or they may occur as a consequence of natural calamities or sabotage activities. അപ്പോൾ എങ്ങനെയാണ് കെമിക്കൽ ഡിസാസ്റ്റർ സംഭവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ മെയിനായിട്ടും 2 റീസൺസ് നമ്മൾ പറയാം. ഒന്ന് ഡെഫിഷ്യൻസി ഇൻ ദ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഒരു എന്തായാലും അതിന് നമ്മൾക്കിപ്പോൾ ഒരു സേഫ്റ്റി കൊടുത്തിരിക്കണം. ഇപ്പോൾ കെമിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയാലും എന്താണെങ്കിലും അതിന് അത്യാവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് കീപ്പ് ചെയ്തിരിക്കണം. അവിടെ ആ സേഫ്റ്റി മെഷേഴ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അത് ഈ പറയുന്ന കെമിക്കൽ ഡിസാസ്റ്ററിന് കാരണമാവാം. അതേപോലെ തന്നെ ഹ്യൂമൻ എറേഴ്സും ഹ്യൂമൻ ബീങ്സിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സും ഇതിന് കാരണമാവാം. ആസ് എ കോൺസിക്വൻസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, അതേപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലും ഭൂകമ്പങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അതും കെമിക്കൽ ഡിസാസ്റ്ററിന് കാരണമാവാമെന്നാണ് പറയുന്നത്. കെമിക്കൽ ആക്സിഡൻറ്റ്സ് റിസൾട്ട് ഇൻ ഫയർ, എക്സ്പ്ലോഷൻ ആൻഡ് ടോക്സിക് റിലീസ്. അപ്പോൾ അത് ഒരു കെമിക്കൽ ആക്സിഡൻറ്റ് നടക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ഒരു വലിയ തീയിന് കാരണമാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്ട്സ് ആയിട്ട് ഒരുപാട് ഫയർ ക്രിയേറ്റഡ് ആവാം, ദെൻ എക്സ്പ്ലോഷൻസ് പൊട്ടിത്തെറികൾ ഉണ്ടാവാം, അതേപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ റിലീസ് ചെയ്യാം, വിഷാംശമുള്ള ഗ്യാസസ് ഒക്കെ റിലീസ് ചെയ്യാം എന്നാണ് പറയുന്നത്. The nature of chemical agents and their concentration during exposure ultimately decides the toxicity and damaging effects on living organisms in forms of symptoms and signs like irreversible pain, suffering and death. അപ്പോൾ ആ ഒരു കെമിക്കൽ ഏജൻസിൻ്റെ അതിൻ്റെ നേച്ചറും അതിൽ എത്രത്തോളം സ്ട്രോങ് കോൺസെൻട്രേഷനാണ് ആ ഒരു എന്തെങ്കിലും എക്സ്പ്ലോഷനോ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി അതിൽ നിന്ന് വരുന്ന ആ ഒരു കെമിക്കൽ ഏജൻസി എത്രത്തോളം ടോക്സിക് ആണോ അതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും അത് ഹ്യൂമൻ ബീങ്സിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വല്ല എലമെൻസുമാണ് അതിൽ നിന്നുള്ളെങ്കിൽ അത് ഹ്യൂമൻ ബീങ്സിൻ്റെയും എൻവയോൺമെൻറ്റിനെയും അത്രയും നാശത്തിലേക്ക് എത്തിക്കുന്നതാണ് പറയുന്നത്. ഇൻ ദ ഫോംസ് ഓഫ് സിംറ്റംസ് ആൻഡ് സൈൻസ്, അതിൽ ഒരുപാട് ഹ്യൂമൻ ബീങ്സിൽ സിംറ്റംസ്, ഒരുപാട് രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എലമെൻസിൽ നിന്ന് വരുന്ന ആഫ്റ്റർ എഫക്ട്സ് കാണിക്കും. അത് ഒരിക്കലും അതാ പറയുന്നത് ഇറിവേഴ്സിബിൾ, ഒരിക്കലും മാറാൻ കഴിയാത്ത പെയിൻ, സഫറിങ്ങും വേദനകളും അതേപോലെ തന്നെ മരണം വരെ എത്തിക്കുകയെന്നാണ് പറയുന്നത്. ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ഭോപ്പാൽ ദുരന്തം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 1984 സംഭവിച്ച ഒരു കെമിക്കൽ ഡിസാസ്റ്ററാണ്. വേർ ഓവർ 2000 പീപ്പിൾ ഡൈഡ്, 2000-ഓളം ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. ഡ്യൂ ടു ആക്സിഡൻറ്റ് റിലീസ് ഓഫ് ടോക്സിക് ഗ്യാസ് മീഥൈൽ ഐസോസൈനേറ്റ് ഈസ് സ്റ്റിൽ ഫ്രഷ് ഇൻ അവർ മെമ്മറീസ്. ആ ഒരു 1984 സംഭവിച്ചത് മീഥെയിൻ ഗ്യാസ് റിലീസായിട്ട് ഭോപ്പാലിൽ നടന്ന ആ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഭോപ്പാൽ ദുരന്തം നമ്മൾ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന അതാണ് ഒരു മേജറായിട്ടുള്ളൊരു കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കെമിക്കൽ ഡിസാസ്റ്റർ സംഭവിച്ചാൽ അതിൻ്റെ എഫക്ട്സ് കാലാകാലങ്ങളോളം നിലനിൽക്കുന്നതാണ് പറയുന്നത്. ഇറിവേഴ്സിബിൾ ആണ്, ഒരിക്കലും പിന്നെ അത് മാറിക്കിട്ടില്ല, അത് മറന്നു പോകുക എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ മാറുക എന്നുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മായ്ച്ചു കളയാൻ പറ്റുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കുന്നത് സോഴ്സസ് ഓഫ് കെമിക്കൽ ഡിസാസ്റ്റർ ആണ്. Manufacture and formulation installation including during commissioning and process and operation, maintenance and disposal. അപ്പം കെമിക്കൽ ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള സോഴ്സസ് ആണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ റീസൺസ് കാണാം അല്ലെങ്കിൽ അതിന് മെയിനായിട്ട് എന്തൊക്കെ സോഴ്സസ് ആണുള്ളതെന്നാണ്. മാനുഫാക്ചർ ആൻഡ് ഫോർമുലേഷൻ, ഇൻസ്റ്റാളേഷൻ ഇൻക്ലൂഡിങ് ഈ പറയുന്ന കാര്യങ്ങൾ. മാനുഫാക്ചർ ഇപ്പോൾ ഒരു
പ്രശ്നങ്ങളിൽ എന്തെങ്കിലും മെയിൻ്റനൻസോ ഡിസ്പോസലോ അങ്ങനെ വരുന്ന പ്രശ്നങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ ഡിസാസ്റ്ററിന് കാരണമാവാം. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. മാനുഫാക്ചറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഫോർമുലേഷൻ്റെ, അപ്പോൾ അതിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് ഈ പറയുന്ന കെമിക്കൽ ഡിസാസ്റ്ററിന് കാരണമാവും. മെറ്റീരിയൽ ആൻഡ് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഇൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആൻഡ് ഐസൊലേറ്റഡ് സ്റ്റോറേജസ് വെയർ ഹൗസസ് ആൻഡ് ഗോഡൗൺസ് ഇൻക്ലൂഡിങ് ടാങ്ക് ഫാംസ് ഇൻ പോർട്ട് ഡോക്സ് ആൻഡ് ഫ്യൂൽ ഡീപ്പോട്ട്സ്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്ന ഒരു ഏരിയാസ് എന്നുള്ളതാണ് പറയുന്നത്. മെറ്റീരിയൽ ആൻഡ് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഇൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, ഈ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഏരിയാസ്. ദെൻ ഐസൊലേറ്റഡ് സ്റ്റോറേജസ്, വെയർ ഹൗസ് ആൻഡ് ഗോഡൗൺസ്, ഇതിൻ്റെയൊക്കെ ഗോഡൗൺസ് ആയാലും ടാങ്ക് ഫാംസ് ഒക്കെ ആയിട്ടുള്ള ഗോഡൗൺസ് ആയാലും ഫ്യൂൽ ഡീപ്പോട്ട്സ് ആയാലും ഇതിൻ്റെ ഫ്യൂൽസ് കീപ്പ് ചെയ്യുന്ന ഡീപ്പോട്ട്സ് ആയാലും അതിലൊക്കെ ഈ കെമിക്കൽ ഡിസാസ്റ്ററിന് കാരണമാവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, റോഡ്, റെയിൽ, എയർ, വാട്ടർ, പൈപ്പ് ലൈൻസിലൂടെയൊക്കെയുള്ള ഇതിൻ്റെ കെമിക്കലായിട്ടുള്ള എലമെൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷനിലും കെമിക്കൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ സോഴ്സസ് ഓഫ് കെമിക്കൽ ഡിസാസ്റ്റേഴ്സാണ് ഇത്രയും പോയിന്റിൽ പറയുന്നത്. ഇതാണ് കെമിക്കൽ ഡിസാസ്റ്റർ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അതുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എത്രത്തോളം നിൽക്കാം, പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഭോപ്പാൽ ട്രാജഡിയും കൂടെ മെൻഷൻ ചെയ്യാം. അതിൻ്റെ ഇയറും 1984 ഇയറും ഒക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി.